ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാർ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനൽ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം ഈ 17 വയസ്സുകാരുടെ വോയിസ് റെക്കോർഡ് എവളല്ലേ വിളിച്ച് സംസാരിച്ചത്? ഇവളുടെ ഫോണിൽ നിന്ന് എന്നിട്ട് ഇവള് തന്നെ അത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് ഇപ്പൊ പറയാണ് ഒരു നാണോ ഒരു ഉളുപ്പില്ലാണ്ടിരുന്നു പൊട്ടീനെ ഈ ലോകത്ത് എവിടെ കണ്ടില്ല. എല്ലാവർക്കും എല്ലാം അയച്ചു കൊടുത്തിട്ട് അവസാനം അവളൊന്നും ചെയ്തിട്ടില്ല. ഇവളുടെ കയ്യിലിരിക്കുന്ന ഇവളുടെ ഫോണിൽ ഇവൾ ആ കൊച്ചിനെ വിളിച്ച് സംസാരിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഓഡിയോ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. നിങ്ങൾ എന്തായാലും വേറെ ചാനൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ആ ഒരു ഓഡിയോ അങ്ങനെ ഒരു ചെറിയൊരു 10-17 വയസ്സുള്ള ഒരു കൊച്ചിനെ വിളിച്ചിട്ട് ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്ന കഴിയണം. ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തോ ഇത് ചെയ്തോ കോണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എത്ര വിവരം ഉണ്ടടി നിനക്ക് എത്ര വിവരമുണ്ട് നീ അങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവളുടെ ഭർത്താവ് വേറെ പോയി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സമ്മതിച്ചു. ഓക്കെ, പക്ഷെ ഇവള് നല്ലവളാണോ? അല്ല. ഇവള് എത്ര പോയിട്ടുണ്ട്, ഇവള് ഓരോന്ന് കാണിക്കുന്നതിന് ബദലായിട്ട് ഇവളുടെ ഭർത്താവിന്റെ ഓരോന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്തത്. അതും ഒരു 10-17 വയസ്സായിട്ടുള്ള ഒരു കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ പേരടക്കം പുറത്തു വന്നു. അതിന്റെ പേരടക്കം അവരുടെ വീട്ടുകാരും എല്ലാം ആ കൊച്ചിന്റെ ഒരു അവസ്ഥ എന്ന് മനസ്സിലാക്കാതെ അത് എന്തൊരു ട്രോമയിലായിരിക്കും. ഇവള് പോയ കുറെ അവന്മാരുണ്ടല്ലോ, അവന്മാരെ ഭാര്യ വിളിച്ച് ഇപ്പൊ ഇവളോട് തിരിച്ച് ഇതുപോലത്തെ ചോദ്യം ചോദിച്ച് ഇത് ലീക്കാക്കാം. ഇവർക്ക് പ്രശ്നം കാണത്തില്ല, നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആദ്യം പറയില്ല. എന്ത് മര്യാദ നോക്ക്, അവളിപ്പോ കാണിക്കുന്ന മര്യാദ ഉണ്ടോ? ഇല്ലാതെ വന്ന് അങ്ങ് കൊച്ചിനെ വിളിച്ചിട്ട് സംസാരിക്കണ കേട്ടിട്ട് ഇവള് ഇപ്പൊ വന്നിരുന്ന് പറയണുണ്ടല്ലോ. വിവരവും ഇല്ല, വിദ്യ പറയണ കൂടി. സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനെ സംഭവം നടന്നിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അത് എടുത്തിടാം, എവിടെ വേണമെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാത്തതും. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തോടെ ചാനലിന് കൊടുത്ത പിന്നെ എന്തോ ഇത് അവർ പബ്ലിക് ആക്കാൻ വേണ്ടിയില്ലേ കൊടുത്തു. അപ്പൊ നീ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും അവർ വെറുതെ അതുകൊണ്ടിരിക്കത്തില്ലെന്ന് അറിയാം. ചാനലിന് ഒരു സാധനം ഫോർവേഡ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ വന്നിരുന്ന് പറയുന്നുണ്ടോ, അത് ഒന്നി ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പേര് മ്യൂട്ട് ചെയ്യേണ്ടത് മ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇതിപ്പോ അവർക്ക് അങ്ങനെ വേണ്ട, പേര് അറിയട്ടെ, നാണം കഴിയട്ടെ എന്നുള്ള രീതി തന്നെ. എവളെ സ്വന്തം ഭർത്താവിന് കരിവാരി തേക്കാൻ വേണ്ടിട്ട് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാണ് കളിച്ചത്. അമ്മാരി വൃത്തിയായിട്ട പരിപാടിയാണ് ചെയ്തത്. എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. പക്ഷെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനൽ ഇട്ടിട്ടില്ല. ലീഗൽ വശം അറിയാൻ എന്താ, ഒരു 18 വയസ്സ് തികയാത്ത ഒരു കൊച്ചിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയണം. അത്രയ്ക്ക് ബോധമില്ലേ നിനക്ക്? പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദിയാസനയുടെ ഇവള് തന്നെ പറഞ്ഞു ഇവള് 2 യൂട്യൂബ് ചാനൽ കൊടുത്തത്. ആദ്യം വന്നത് ഏതൊരു ബീബി അല്ലേ, ന്യൂസ് ചാനൽ മാത്രമല്ല എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് അവസാനം ദിയയുടെ മണ്ടയ്ക്ക് ആരെങ്കിലും ഒരാൾക്ക് അയച്ചു കൊടുത്താൽ മതി. അവര് വീഡിയോ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡ് ചെയ്ത വോയിസ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതിൽ നിന്ന് എടുക്കാന്നുള്ളതേ ഉള്ളൂ. അതിന് ഇനിയിപ്പോ ദിയാസനയുടെ മണ്ടയിലൊന്നും കയറണ്ട. ദിയാസന അവളുടെ അവിഹിതം മറയ്ക്കാൻ വേണ്ടിട്ട് എല്ലാം കൊണ്ട് ദിയാസനയുടെ മണ്ടയ്ക്ക് ഇടുമ്പോ എല്ലാം ശരിയാവുമല്ലോ. അല്ല ദിയാസന ഇപ്പൊ എന്തിനു കൊടുക്കണം? ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവള് തന്നെ 2 ചാനൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യവും ഇങ്ങനെ അവള് അയ്യോ ഞാൻ വലിയ പതിവ്രതയാണ് എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ പറയുന്നുണ്ട് ആ കാര്യം. നീ തന്നെ കൊടുത്തിട്ട് എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്? ഇത്രയ്ക്ക് ഒരു മര്യാദയും ബുദ്ധിയും ഒരു 5 പൈസയുടെ ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കും. ആ കൊച്ചിന്റെ പേര് ഉൾപ്പെടെ ഉള്ള ഒരു സാധനം എടുത്ത് ഒരു ചാനലിൽ കൊടുത്തു. എന്തോ BV എന്നൊക്കെ പറയുന്ന ഇതിനകത്താണ് ഈ ഒരു ഓഡിയോ ആദ്യം വന്നത്. അപ്പൊ അവരും അത് മാസ്ക് ചെയ്തില്ല, അവരെ എവക്കോ വിവരമില്ല. അപ്പൊ അവരും അത് ചെയ്യാതെ തന്നെ ഇട്ട്. പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ആ പേര് പറയുന്ന സമയത്ത് മ്യൂട്ട് ആക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അവർക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷെ ഇത് പാവച്ചിന്റെ ബാക്കി എന്തോ പറയുന്നത് സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എവള് പലയിടത്തും പോയി കളിച്ചതിൻ്റെതാ ഇവിടെ ഇപ്പൊ എല്ലാവരും അനുഭവിക്കുന്നത്. പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നോട് ക്ലിയർ കേൾപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്നും പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിന് കേൾക്കും. അപ്പൊ അയാൾക്ക് ക്ലിയർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ആക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കുക,
തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിൽ കുറെ സംഭവം ദിയാ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സംഭവിച്ചു തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നീ ടെസ്റ്റ് ചെയ്യാനില്ല. അത് ശരിയായ കാര്യമാണ്. അല്ല, അത് ഡ്രഗിന്റെ കേസ് ദിയാസനയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ദിയാസന അവിടെ നിൽക്കട്ടെ, ആദ്യമേ സജൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. സജിൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതല്ലേ രണ്ടുപേരും പോയി ടെസ്റ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ ദിയാസന ചെയ്യട്ടെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് ദിയാസന ചെയ്ത് ദിയാസന സൈഡ് നമ്മൾ ആരുടെ സൈഡല്ല എന്നാൽ പോലും നമ്മൾ പറയുക, ഇതിപ്പോ ഒരാളുടെ മണ്ടയ്ക്ക് പുള്ളിക്കാരുടെ അഭിഹിതം എല്ലാം കൂടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം മാത്രം എടുത്തിട്ടാണ് ഇപ്പൊ ഇവള് കളിക്കുന്നത്. അല്ല, ദിയാസനയും ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് പോയൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഈ പറയുന്ന ഇതെല്ലാം തരും, പിന്നെ ഇവരെ വായും കടയും. അപ്പൊ ദിയാസന അടുത്ത് പറയാനുള്ള പോയെന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ദിയാസന മറ്റത് അവിഹിത കേസുകളും കാര്യങ്ങളുമാണ്, പക്ഷെ ദിയാസനയ്ക്ക് എതിരെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡ്രഗ് കേസാണ്. അത് കുറച്ചും കൂടെ ക്രൂഷ്യലാണെന്ന് അറിയാം. അല്ല, അതുകൊണ്ട് ദിയാസനയ്ക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ തീരാന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ദിയാസന അങ്ങനെ ചെയ്യണില്ല എന്നുള്ള കാര്യം അറിയത്തില്ല. ഇതൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേന്ന് പറഞ്ഞങ്ങ് പോകില്ല, അപ്പൊ മറ്റേതങ്ങ് തനിയെ മൂടും എന്നുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് ലോകം മുഴുവൻ അറിഞ്ഞ് എല്ലാവരും നാറി. ഇനിയിപ്പോ വീണ്ടും ആ കൊച്ചിന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിന് ഇത്രയും ട്രോമയിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് ഇപ്പൊ അതിന് 18 വയസ്സായെന്ന് പറയുന്നു. പക്ഷെ എന്തിനാണ് വീണ്ടും അതിന്റെ ലൈഫിൽ അതിന്റെ മെന്റൽ ഒരു സ്റ്റേറ്റിനെ കുറിച്ചെങ്കിലും ചിന്തിക്കേണ്ടത്? നിങ്ങളൊരു സ്ത്രീയല്ലേ, എന്താ ബാക്കി പറയുന്നത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം അത് ചെയ്യുന്നേ പറഞ്ഞല്ലോ. എനിക്ക് എന്റെ ഒരു വിശ്വാസമില്ലേ, അത് മറക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും ഞാൻ പറയാം. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകളുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്ത് അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നത്, ഇത് ആര് വഴി വന്നു എങ്ങനെയാണ് നിങ്ങളെല്ലാം വെളി വരും. നിങ്ങൾ കൂടെ നിങ്ങളെ ചാനലിനോട് കൂട്ടുന്ന രീതിയിലായിരിക്കും. അപ്പം എത്രയോ പോസ്റ്റ് കൂടി ഞങ്ങൾ തന്നെ വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സായി അവിടുത്തെ പൂർത്തിയാവാത്ത ഒരു കൊച്ചിന് ആ സമയത്ത് ഇപ്പൊ 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. അതിജീവിതയാണ്. 17 വയസ്സുള്ള ഒരു കൊച്ചിനെ വിളിച്ച് അവള് സംസാരിച്ച സംസാരം ഉണ്ടല്ലോ, അപ്പ ഇവക്ക് ഈ ഒരു ബോധം ഇല്ലായിരുന്നു. ഈ 17 വയസ്സുള്ള ഒരു കൊച്ചിനെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ള രീതി ഭീഷണി, 100% ഭീഷണി. അതും ഇവളുടെ അവിഹിതത്തിന് ബദലായിട്ട് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. ആ കൊച്ചിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ നേരെ അതിന് ഈ ഒരു തെളിവും കൊണ്ട് ചൈൽഡ് ലൈനിലായിരുന്നു പോയേണ്ടത്. അല്ലാതെ ചൈൽഡ് ലൈനിൽ പോയിട്ട് കേസ് കൊടുക്കണമായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇതെല്ലാം നാട്ടുകാരെല്ലാം അറിയിച്ചിട്ട് അവസാനം അവള് നല്ല ആളാന്നുള്ള അല്ല, അവക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് തിരിച്ച് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് അവള് കരുതി വെച്ചിരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഓരോന്നായിട്ട് ഭീഷണിപ്പെടുത്തി അതിനെപ്പറ്റി ഓരോന്നും കുത്തി ചോദിച്ച് എടുത്തിട്ടുള്ള വോയിസ് ആണ് നമ്മളെല്ലാവരും കേട്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എവിടെയൊക്കെ ഒരു മനസ്സ്, കഷ്ടം. കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാരും നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ ഇത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എന്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനലുകൾ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശമായതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണ്? അങ്ങനെയാണെങ്കിൽ ആ 2 ചാനലിന്റെ പേര് പറയണോ? ഇവള് കൊടുത്ത 2 ചാനലാണെന്ന് പറയാം. അവരല്ല ലീക്ക് ആക്കുന്നത്, പിന്നെ വേറെ ആരാ ലീക്ക് ആക്കുന്നത്? ഇവളുടെ കയ്യിൽ ഇവളുടെ ഫോണിലുള്ള സാധനം ഇവള് വിളിച്ച് ചോദിച്ചത് അത് ദിയാസനയുടെ മണ്ടക്കിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദിയാസന ഈ പറയുന്ന ഇവളെ കയ്യിൽ മാത്രം ഇരുന്നെങ്കിൽ ഓക്കെ, ഇവള് 2 ചാനൽസിന് കൊടുത്തു. അപ്പൊ ഈ ചാനലുകാർ വെറുതെ ഇരിക്കും. അതുകൊണ്ട് അത്രയ്ക്ക് എന്താ ബോധമില്ലാത്ത ഇത് മൊത്തം ഗെയിമാ, ഫുൾ പ്ലാൻഡ് ആയിട്ടുള്ള. പറയണ കാര്യത്തിന് ഒന്നിനും ഒരു തെളിവില്ല, സത്യം. ഒരൊറ്റ തെളിവ് പോലും. എല്ലാത്തിനും കൂടെ കേസ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ, എന്ത് കാര്യത്തിനാ, ഒരു ഇതുമില്ല. അതാ ഇവള് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോ ഓക്കെ നമ്മൾ വിശ്വസിച്ചേനെ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും വിശ്വസിച്ചേനെ. ഇതിപ്പോ ഇങ്ങനെ നിന്നിട്ട് കൂടെ നിന്നവരെ ഊമ്പിച്ച് വന്നവരെ ഊമ്പിച്ച് പൈസയും ഊമ്പിച്ച്. ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ദിയാസന തന്നെയാണ് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയാം, വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നോണ്ടിരിക്കാം. ദിയയുടെ കാര്യങ്ങളല്ല മറക്കുന്നത്, ദിയയുടെ കാര്യം മറക്കാൻ വേണ്ടിട്ട് എന്തോ ചെയ്യുന്നത്? ഇവളെ നിന്റെ കാര്യം മറക്കാൻ വേണ്ടിട്ട് നീ ഈ പറഞ്ഞ ഇതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് സ്വയമേ ചെന്ന് കുഴി ചാടിക്കൊണ്ടിരിക്കുക. ഓരോന്ന് എടുത്തിട്ടിട്ട് അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. എന്ത് 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 ജന്മാണോ? സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ വന്നിട്ട് പറയും. അതിനുള്ള
കാര്യങ്ങളെല്ലാം വീഡിയോയിൽ തന്നെ ഉണ്ട്. ഉണ്ട്, എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ള രീതി പറഞ്ഞിട്ട് എല്ലാം പറയുന്നുണ്ട്. ഇത് കാണുന്നവരൊക്കെ മണ്ടന്മാരാണെന്നാണ് ഇവര് വിചാരം. ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാൻ പറഞ്ഞു എന്റെ ഡേറ്റ് ഒന്നും ആ ഡേറ്റിലോടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിലോടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ തെറ്റിനകത്ത് പേടിയില്ല, അപ്പം ചെയ്യുന്നേനെ. ദിയാസന ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അത് ശരിയാ, അതിന് ഞാൻ ഓക്കെ. ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോ ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം, റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ എന്നെ കുറിച്ച് ഒരു വല്ലാത്ത രീതിയിൽ ഒരു പെൺകുറിച്ച് പറഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് പയ്യെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അവൾ എന്താണെന്നുള്ളത് ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായ് റോഷിനി ഇവളുടെ കൂടെ ഉള്ള ആൾക്കാരെ നോക്കണേ. ദിയാസന, റോഷിനി, ഇനി ഒരു ആൻമരിയുണ്ട്, അതിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. തിരക്ക് റോഷിനിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ കുറെ തെളിവുകൾ കുറെ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും പറയും. അപ്പം ഈ പുള്ളിക്കാർ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ഇവരെ എന്നെ ഇങ്ങനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകാം. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. ഒരു വൃത്തികേടും ഇതുവരെ ചെയ്യാത്ത ഒരു പരിശുദ്ധ സ്ത്രീ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് ഒരു പ്രശ്നം ചെയ്യാതെ അല്ലേ വേറൊരാളുടെ ഭാര്യയുള്ള ഒരാളിനെ പോയിട്ട് അങ്ങോട്ട് അവിഹിതത്തിന് പോയി, പല ആൾക്കാരുടെ അടുത്ത് അവിഹിതത്തിന് പോയിട്ട് അവരെ കയ്യിൽ അവരെ ഭാര്യ മരിച്ചു പോയിട്ട് അവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ടും അവരെ കയ്യിൽ നിന്ന് 3 കോടി രൂപയൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ നിന്ന വളരെ പരിശുദ്ധവതിയായിട്ടുള്ള ഒരു സ്ത്രീ. ഇവരിലൊരു വോയിസ് ഉണ്ട്, ഞാൻ എന്തും ചെയ്യും പൈസക്ക് വേണ്ടി എന്നുള്ളത്. അത് മതി, വേറെ തെളിവെന്തോ വേണ്ടത്? സ്വന്തമായത് വേണ്ടിയിട്ടുള്ള സംഭവമാണത്. സ്ത്രീ ജന്മം പുണ്യജന്മം, ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് അത് പറയാനായിട്ട് അങ്ങനെ പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളോടും റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് തീർന്നു. ഓരോ വ്യക്തികളുടെ ദിയാസന, ആൻമരിയ, അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷിനി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ എനിക്ക് അറിയില്ല, ദിയാസനയുടെ അറിയാവുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന തെറ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യുന്നത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആ ദിയാസനയുടെ കേസ് എനിക്ക് പുള്ളിക്കാരുടെ യോജിപ്പുണ്ട്. ഡ്രഗ് ചെയ്തിട്ടില്ലെങ്കിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അത്രയ്ക്ക് ധൈര്യം പോയി ചെയ്യുക. അല്ല നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് പറയാ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാന്യമര്യാദയ്ക്ക് സജന ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യുക. രണ്ടുപേരും സജിനയാണ് ഈ പറയുന്ന ആരോപണം ആദ്യമേ ഇതാക്കിയത്. അപ്പൊ സജിനയും ചെയ്ത് കാണിക്കണം, ഇവരും ചെയ്ത് കാണിക്കണം. രണ്ടുപേരും ചെയ്ത് കാണിക്കണം. അത് സത്യം പറഞ്ഞാൽ ചെയ്ത് കാണിക്കണം, കാണിക്കേണ്ട കാര്യം. അന്നേരം അത് 10 വർഷമായിട്ട് ഞാൻ ഒരു വാട്സ്ആപ്പ് പറഞ്ഞതാ കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട് എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിൽക്കുള്ളൂ. 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. കണ്ടോ ഇവര് എത്ര നല്ല തിക് ഫ്രണ്ട്സ് ആയിരിക്കുന്ന ആലോചിച്ചു. എല്ലാരും ഓരോരുത്തന്മാരെ പിടിച്ചിട്ട് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കളിക്കും. അതുമല്ല ഒരു ടീം മൊത്തം പിഴകള് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവര് ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇതെല്ലാം ഹണി ട്രാപ്പ് ടീം. ഇവർ ഓരോരുത്തരെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് രസിക്കുന്നു. എന്നിട്ട് അവർ എന്ന് പൈസ വാങ്ങിച്ച് എല്ലാരും കൂടെ അടിച്ചു വിളിക്കുന്നു. ഒരൊറ്റ എണ്ണം ഈ സർക്കിളിൽ നല്ലതില്ല, അതാണ് പറയാനുള്ളത്. ഇനിയും കാണും കാര്യം. ഇവര് തന്നെ പറയും, ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇവര് ഭയങ്കര നല്ല ടൈംസിൽ ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇതാക്കിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ചെളി വാരി എറിയുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, എല്ലാത്തിന്റെയും മനസ്സിലിരിപ്പും ഇതൊന്നായിരുന്നു. മനസ്സിലിരിപ്പല്ല, പ്രവർത്തി. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. കൂടുതൽ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ച പയ്യനെ 40,000, 50,000, 60,000 പറഞ്ഞ ഞാൻ പെൺകൊച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ പെൺകൊച്ചുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് കാര്യം എന്താന്ന് പറയുക. ഇതാണ് ചേച്ചി. അവൻ അയച്ചു കൊടുത്ത ഞാൻ ഇവിടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേറെ വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവനെ കൂടെ പോകുന്നു, അവനെ പറ്റിക്കുന്നു, അവനെ തെറ്റിച്ച് കളഞ്ഞിട്ട് അടുത്തവനെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനെ പോകുന്നു. ഇത് സജിനയുടെ കേസാണ് ഇവള് പറയുന്നത്. അതെ, റോഷ്നിയുടെ കേസല്ല, ആൻമരിയുടെ കേസാണ് പറയുന്നത്. ആൻമരിയുടെ കേസാ പറയുന്നത്. പക്ഷെ എല്ലാരും ഒരേപോലെ ഇരിക്കുന്നത്. അയ്യേ,
5 കഥകൾ. സജിനയുടെ കഥ പറഞ്ഞ പോലെ ആക്ടറിനെ നശിപ്പിച്ച, ആ കുടുംബം പോയി നശിപ്പിച്ചല്ല അവരെല്ലാം നിന്റെ ഇത് എവിടെ കഥയായിട്ട് സിമിലാരിറ്റി ഇല്ലേ? അത് ആക്ടർ, ഇത് മ്യൂസിക് പരിപാടി, മ്യൂസിക് ഡയറക്ടർ. അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആരാണ് വരുന്നത് മോളെ? ഞാൻ പോലെ അല്ല, അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു മോളെ. സണ്ണി ലിയോൺ വെടിയെന്ന് മിയാ ഖലീഫ പറഞ്ഞ പോലെ അങ്ങനത്തെ കഥ പറയുന്നത്. അവർക്ക് രീതിയിൽ ഇറങ്ങാൻ സീരിയൽ സെറ്റിൽ പോയിട്ട് വേറൊരു ആക്ടറിന്റെ കുടുംബം നശിപ്പിച്ച് ഇവള് ചെയ്തത് എന്തുവാ? ഇത് തന്നെയല്ലേ നീയും ചെയ്തേ? ഇപ്പം ഇത് മാത്രം പുറത്ത് എന്ന് വെച്ച് വന്നിട്ടുള്ളൂ. ഇത് ശരിയാണെന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഇത് സജന ഇപ്പൊ ഇത് മാത്രമാണ് അല്ലാതെ വന്നേക്കുന്നത്. ഇതുപോലെ അല്ലാതെ കാണും സീരിയൽ സെറ്റിൽ വേറെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് കാണുമായിരിക്കും. ഇങ്ങനെയുള്ള എത്ര ആണുങ്ങൾ ഇതേപോലെ പൈസ കൊടുത്ത് ഒതുക്കി തീർത്താണ്. ഇവളുടെ അടുത്തൊക്കെ പോയി പെട്ടിട്ട് എത്ര പേര് പൈസ കൊടുത്ത് ആണുങ്ങളോടും പറയാനുള്ളത് അവനോട് കൊള്ളാം. അല്ലാതെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പുറകെ വരുന്ന അനുസരിച്ച് അങ്ങോട്ടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കയ്യിലെ പൈസയും പോവും, നാണക്കേടുവാ, പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർ ഇതേപോലത്തെ ഉള്ള ആൾക്കാരെ സൂക്ഷിക്കുക. അത്രേ പറയാനുള്ളൂ. പാൻ മര്യാദ ചൊറിയാതോടിരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ റോഷി, നീ തീർന്നോളെ നിന്റെ എല്ലാ കാര്യം. നിങ്ങൾ സ്വർണ്ണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ. ദിവസം ഞാൻ കുറച്ച് ചാനലാക്കി കൊടുത്തിട്ടുണ്ട് വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ. അപ്പൊ നീ എന്താണെന്നുള്ളത് തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാര് നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. അല്ല, സജിന ശരിയാണെന്ന് വന്നാലും സജിന ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാ. ആ സജിന ഇതുവരെ ചെയ്ത കാര്യങ്ങളും സജിനയുടെ വോയിസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാന്ന് പറയുന്നത്. പലതും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അവർ തമ്മിലുള്ള ഇന്റിമേറ്റ് ഇതിലുള്ള ആർഗ്യുമെന്റ്സ് ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പബ്ലിക്കിലോട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പബ്ലിക്കാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് വിടാൻ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത അപ്പൊ പിന്നെ നാട്ടുകാർ കണ്ടിട്ട് പറയണതിൽ പിന്നെ അത് മാറ്റി പറയുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ MDMA കേസൊക്കെ ഓക്കെ ശരിയാണെങ്കിൽ ഇപ്പൊ ദിയാസന MDMA ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം. ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ എന്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. മാഫിയയിലാണ് ഞാൻ ദിയാസനേനെ യാതൊരു വിധത്തിലും ദിയാസനേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ ഫേസ് ചെയ്യണം. അല്ലാതെ ദിയാസനേനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദിയാസന ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതല്ല നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നുള്ള പരിപാടി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെങ്കിൽ ഇത് പറയുന്നത് ചെക്ക് ചെയ്യാൻ പറയാമല്ലോ. മാത്രമല്ല സജിനായിട്ട് കോണ്ടാക്ട് ഉള്ള എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുന്നതല്ലേ എല്ലാവർക്കും പണിയുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഇതുവരെ സജിനയായിട്ടുള്ള ഒരു 4 പേര് 4-5 കുറച്ച് വിരൽ 10-നകത്തുള്ള ആൾക്കാരായിട്ടേ വന്നിട്ടുള്ളൂ. പിന്നെ വേറെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറെ പേരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇനി അവസരം വന്നാ പറയുന്നത്. അവരൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പുഴുങ്ങുന്ന ഓരോ വീഡിയോയിലും ഓരോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ആളായിരിക്കും. ഇതൊരു പരമ്പരയായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ സീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റേറ്റിംഗ് ഇടിയും. ഇനി പോകാൻ പോകുന്ന ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വോയിസ് അപ്പുറത്ത് നിന്നിടും. ഇവർ പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ തെളിവും ഒരുമിച്ച് കൊടുക്കുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാമോ? ഒരു ദിവസം ഒരാൾ ഒരു തെളിവ് ഇട്ടുള്ളൂ, മറ്റേ തെളിവ് അപ്പുറത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ചും കിട്ടൂടായിരുന്ന. ഇത് ഓരോ ദിവസം ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്ന് ഇതൊരു 365 ഒരു 500 എപ്പിസോഡുള്ള ഒരു സീരിയലായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും കുറച്ച് കാശുണ്ടാക്കാം, നമുക്കും കുറച്ച് കാശുണ്ടാക്കാം എന്നാണ് തോന്നുന്നത്. ബാക്കി പ്ലേ നോക്കാം. ഇനിയിപ്പോ എന്താണെന്ന് പറയുന്നത് എനിക്കറിയാം. ഞാൻ ഭയങ്കര വലിയ തലയിലാണ് തല വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. നിന്നെ കൊണ്ട് നീ ഇത്രയും അഭിഹിതങ്ങളൊക്കെ കാണിച്ചിട്ടും കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അല്ലേ? അതേ പറയുള്ളൂ. ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ എന്റെ മനസ്സിനെ കണ്ട് സമയമില്ലല്ലോ. അപ്പൊ അത്രയും ഉറപ്പോടെ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരും ഈ കുറെ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താ വരുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഞാനിപ്പോ അതിന് വേണ്ടിയിട്ടാണ് എനിക്കിത് നമ്മൾ ലാബിൽ പോയി ചെയ്യുന്ന കണ്ടിത് റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എന്റെ റിസൾട്ട് കാണിക്കാൻ. അപ്പം ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും എന്റെ മോളെ
ഒരു എന്താ പറയുക ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ പിടിക്കപ്പെടും. സജിനാണ് പിടിക്കപ്പെട്ടു. സജിനെ പിടിക്കപ്പെട്ടു, നിങ്ങളെ പിടിക്കപ്പെട്ടു. സൂക്ഷിച്ചോ, ജാഗ്രത. ആ ലിസ്റ്റിലുള്ള എല്ലാവരും കോണ്ടാക്ടുള്ള എല്ലാവരും സൂക്ഷിച്ചോ. സജിന് എല്ലാവർക്കും പണി. എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവന്മാരെ ഈ പറഞ്ഞ ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്നതൊക്കെ അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പോരാടും. അതിനെ മറക്കാൻ നീ പലതും കൊണ്ടുവന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും, നീ അത് മറക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. അതുപോലെ തന്നെ ഈ വീഡിയോ ലീക്കായ സമയത്ത് എന്നെ കുറെ ആൾക്കാർ, എന്റെ കുറെ ഫ്രണ്ട്സ് വഴി, ഞാൻ ഡയറക്റ്റ് വരുത്തൊന്നും ചാനലായിട്ട് സംസാരിച്ചില്ല, എന്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്നെ വിളിച്ചിട്ട് ഇന്നൊക്കെ വീഡിയോ ഉണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവരെ സംസാരിക്കണ്ട, കാരണം ഇത് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതല്ല നിങ്ങൾക്ക്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുപോകാം, സപ്പോർട്ടല്ല എനിക്ക് വേണ്ട, അവരെ പുറത്ത് കൊണ്ടുവരുക വേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേസ് നടക്കുന്ന കാര്യം നമുക്ക് റൂൾസ് അനുസരിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ വോയിസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാർക്ക് എന്നെ തന്നെ ചോദിക്കേണ്ടത് ആ വോയിസ് റെക്കോർഡ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും, അവരുടെ പേരിൽ കേസ് വരുത്തുള്ളൂ. കാരണം ഇത് ഇതാക്കിയ എന്താ പറയാ, ഇത് ആൾക്കാരാണ് തെറ്റുകാർ. ഞാനിത് നേരത്തെ ഇവിടെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ വോയിസ് റെക്കോർഡ് എല്ലാം ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എന്റെ ഭാഗം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ എനിക്ക് ഇതൊക്കെ കുട്ടികൾ നമ്മളുടെ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പല വോയിസ് റെക്കോർഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പം ദയവേത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാടിനെ, അതായത് നാട്ടിൽ ഇതിന് വേണ്ടിയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഈ തെറ്റ് കാണിക്കണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനിതൊന്നും, അതായത് MDM പോലത്തെ ആൾക്കാർ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് ഇതെല്ലാം തിരിഞ്ഞ് റോങ് ആയിട്ടൊരു വ്യക്തിയാണിത്. അത് നിങ്ങൾ ലോകത്ത് കൊണ്ടുപോകാം പ്ലീസ്, റിക്വസ്റ്റ് ചെയ്യാണ്. മറിക്കാൻ വേണ്ടി ഒരു MDM അവിടെ നിന്ന് എങ്ങനെ കഥ ഇനി കഥ ഏത് രീതിയിൽ പോകും? ദിയാസന ടെസ്റ്റ് ചെയ്യുമോ? സജിന നൂറിന്റെ അടുത്ത ടെസ്റ്റ് എന്തായിരിക്കും? റസൂൽ പൂക്കുട്ടി ഇപ്പൊ എന്ത് ചെയ്യും? തുടരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എന്തായാലും ഇതിന് ഇനിയും ഒരു തുടർച്ച ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.